ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. നമ്മുടെ ഇന്നത്തെ സ്റ്റിച്ചിങ് കോഡിലെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ വരിക തൂത്തിടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജനലും എല്ലാ വാതിലും തുറന്നിടും, കാരണം നല്ല ചൂടായിരിക്കും. ഇത് നമുക്കിവിടെ മുകളിലൊരു മാവുണ്ട്, ആ മാവിൽ നിന്ന് പറിച്ചപ്പോൾ കിട്ടിയ കുറച്ച് മാങ്ങയാണ്. അപ്പോൾ അത് വെച്ച് ഇന്ന് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. വന്നാൽ തന്നെ എല്ലാ ജനലും തുറന്നിട്ട് കുറച്ച് വായുവൊക്കെ കയറി ഒന്ന് സെറ്റിൽ ഡൗൺ ആവും. ഇതാണിപ്പോൾ ഇവർ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ്. പിന്നെ ദേ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം, കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരു പാട്ടോടി കേൾക്കും പാട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു, അങ്ങനെ പാട്ട് നിന്നുപോയി. പിന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ പോവാണ്. കുറേ മാംഗോ ഇരിപ്പുണ്ട്, അപ്പോൾ അതെല്ലാം വെച്ച് സ്റ്റിക്കി റൈസ്. നമുക്ക് സ്റ്റിക്കി റൈസ് ഒന്നും കിട്ടിയില്ല, ബസുമതി റൈസ് ഉണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഫ്രൂട്ടോമാൻ്റെ കോൺസ്റ്റാർച്ച് മേടിച്ചപ്പോൾ ഒന്ന് ഫ്രീ. അത് ശരിക്കും പറഞ്ഞാൽ അത് വെച്ച് ഇനി എന്തെങ്കിലും നാളെ പരീക്ഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് മീൽസ് ആയിരിക്കില്ല കഴിക്കുന്നത്, കൂടുതലും മുട്ടയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങയൊക്കെ ഇവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉച്ച പരിപാടിയായിരുന്നു, വൈകിട്ടത്തേക്ക് വേണ്ടി ഉച്ചയ്ക്കേ തുടങ്ങിയ പരിപാടിയാണ്. ശരിക്കും മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കി റൈസ് ഉണ്ട്, എന്തോ ജാസ്മിൻ റൈസോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വല്ല ലുലുലും അങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ കിട്ടുള്ളൂ. എന്തായാലും നമ്മളിവിടെ ബസ്മതി റൈസായി എടുത്തേക്കണത്. പിന്നെ മാങ്ങ ഇതേപോലെ നീളത്തിൽ കീറി വെക്കണം. പിന്നെ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ മീല്, 3 മുട്ട. ഇതായിരിക്കും ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുള്ളത്. സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് മാംഗോ കുറച്ച് അരിഞ്ഞെടുക്കണം, സ്റ്റിക്കി റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് നമുക്കൊരു കോക്കനട്ട് പൗഡർ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതാദ്യം ആ സ്റ്റിക്കി റൈസിൽ ഒഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കോൺസ്റ്റാർച്ചും കൂടി ഇട്ട് അതൊന്ന് തിക്കാക്കിയിട്ട് ഈ മാംഗോ എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സെസമി സീഡ്സ് നമ്മളിവിടെ വൈറ്റാണ് എടുത്തേക്കണത്, ഇതെടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇടുക. എല്ലാം സെറ്റ്. നമ്മുടെ ചെറിയ ചൂടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇറ്റ്സ് സെയിം ടേസ്റ്റ് തന്നെയാണ് ഞാൻ കഴിച്ചപ്പോൾ കിട്ടിയതും. ഞാൻ കഴിച്ചത് സോൾ സംതിങ് ലൈക്ക് നമ്മുടെ പനമ്പള്ളിയിലുള്ള അവിടെ നിന്നാണ് ഞാൻ കഴിച്ചത്. സെയിം ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. പുറത്തൊക്കെ ഇതിന് ഒരുവിധം നല്ല പ്രൈസിയാണ്. ഐ തിങ്ക് ഈ സ്റ്റിക്കി റൈസിന് നല്ല പ്രൈസാണെന്ന് തോന്നണം, അതുകൊണ്ട് നല്ല പ്രൈസി സൈഡാണ്. പക്ഷേ ഇത് വെച്ച് കഴിക്കുമ്പോഴും വലിയ സീൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എന്തായാലും ഒരുപാട് മാംഗോ കിട്ടുന്ന ടൈമല്ലേ. റെസിപ്പി അറിയാവുന്ന ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ഇറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്റ്റിക്കി റൈസിന് പുറമെ ഒഴിക്കുന്ന കോക്കനട്ട് സോസാണ്. അത് ഭയങ്കര അട്രാക്റ്റീവാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. ഈ മാവിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. ഒരാൾ ഒന്ന് ഫുൾ മാങ്ങ പറിച്ചുകൊണ്ട് വരും. നമ്മൾ പൊന്നേ കണിയേ ഉടെ കൈവിടമാട്ടെ എന്ന് പറഞ്ഞ് വളർത്തിയ മാങ്ങയായിരുന്നു. എന്നിട്ടത് ഇനി ഈ പൂവൊക്കെ ഇതൊക്കെ മാങ്ങയായാൽ അപ്പൊ തന്നെ അയാൾ വരുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ മാവിന്റെ ഓണറാണെന്ന്. നോന്നപ്പ ഈ മാവിന്റെ പക്ഷെ ഈ പൂവൊന്നും ഉണ്ടാവില്ല, ആണാ മഴ പെയ്യുമല്ലോ. അപ്പോഴേക്കും മഴ പെയ്ത് കഴിയുമ്പോൾ പൂവൊക്കെ തല്ലിക്കൊളഞ്ഞു പോകും. മഴക്കാർ, മറുവശത്തെ വെയിൽ. പക്ഷെ അത് എന്ത് ഭംഗിയുണ്ട് നോക്ക്. എന്ത് ഭംഗിയാണോ. ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഫുൾ ഇരുട്ടായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ ഫോട്ടോ കിട്ടി, ഞാനത് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഹോപ്പ് ഇൻ പ്രയർ എന്ന പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഈ ഒരു വൈറ്റ് പെപ്പലം ടോപ്പെന്നോ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിനുള്ളൊരു മറുപടി നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല രസമുള്ള ടോപ്പ്. ഈ ഒരു ക്രിസ്ത്യൻ വൈബ് ഉള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു സാധനം കേട്ടോ.
ഞാനിതൊരു ക്രിസ്ത്യൻ വൈബ് സാധനത്തിൽ ഇടാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഐഡിയയിലാണ് സെറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പോയില്ല. പക്ഷെ നല്ല രസമാണ്. ഒരു ബ്രൗൺ പാൻസോ അല്ലെങ്കിൽ ബ്ലാക്ക് പാൻസോ ജീൻസോ ഒക്കെ ബ്ലൂ ജീൻസിൻ്റെ കൂടെ രസമുണ്ടാവും. നല്ല രസമുണ്ടാവും. പക്ഷെ ഇച്ചിരി കൂടുതൽ ബ്ലൂ ഉള്ള ജീൻസിൻ്റെ കൂടെ ഇച്ചിരി കീറിയൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. കണിക്കൊന്നും നിൽക്കുന്നില്ല, കൃഷി കഴിഞ്ഞപ്പോൾ കണിക്കൊന്നപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് താഴത്ത് പോയി അടിക്കണം, തൂക്കണം, വീട്ടിൽ പോണം. എൻ്റെ ബസ് പോയി. ശരി, ബൈ. ഇവിടെ അടിച്ചിട്ടില്ല ഗൈസ്, നാളെ വന്നിനി അടിക്കാം. ബൈ കൃഷ്ണ.